മാർച്ച് 1-ന് അമീർ ഖാൻ പ്രൊഡക്ഷനിൽ ഒരു കൊച്ചു സിനിമ റിലീസാവുന്നു. എന്നാൽ ചുരുങ്ങിയ തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തിയ ചിത്രം അധികം ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നു. പിന്നീട് നെറ്റ്ഫ്ലിക്സിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുകയും രൺബീർ കപൂറിന്റെ ഏറെ ശ്രദ്ധ നേടിയ ആനിമലിനെ മറികടന്ന് ലാപത്ത ലേഡീസ് എന്ന കൊച്ചു ചിത്രം 13.6 മില്യൺ കാഴ്ചക്കാരുമായി കുതിച്ചുയരുകയുമുണ്ടായി. കിരൺ റാവുവിന്റെ സംവിധാനത്തിൽ വന്ന ചിത്രം വളരെ മികച്ച അഭിപ്രായങ്ങളുമായി മുന്നോട്ടു പോകുന്നു. എന്നാൽ ഒരു കുഞ്ഞു സിനിമ എന്ന് പറഞ്ഞ് മാറ്റി നിർത്താനാവില്ല. കാരണം ചിത്രം പറഞ്ഞു വെക്കുന്ന രാഷ്ട്രീയം അത്രയും വലുതാണ്. ഇന്ത്യയുടെ ഗ്രാമപ്രദേശങ്ങളിലാണ് ലാപത്ത ലേഡീസിന്റെ കഥ നടക്കുന്നത്. വിവാഹശേഷം തീവണ്ടിയിൽ ഭർത്താവിൻ്റെ വീട്ടിലേക്കുള്ള യാത്ര. ട്രെയിനിൽ ഒന്നിലധികം വധൂവരന്മാരുണ്ട്. അങ്ങനെ സ്റ്റേഷനെത്തി ആഘോഷങ്ങളും ആരവങ്ങളുമായി നവവധൂവരനെ വീട്ടിലേക്ക് ആനയിച്ചു കൊണ്ടുവരുന്നു. അനുഗ്രഹിച്ച് നവവധുവിനെ വരന്റെ വീട്ടിലേക്ക് കയറ്റാനുള്ള ചടങ്ങുകൾക്കിടയിലാണ് അബദ്ധം മനസ്സിലാകുന്നത്. അത് സ്വന്തം വധു ആയിരുന്നില്ല. പിന്നീടുണ്ടാകുന്ന സംഭവ വികാസങ്ങളാണ് ചിത്രത്തിന്റെ പ്രമേയം. വലിയ താരനിരയുള്ള ഒരു ചിത്രമല്ല ലാപത്ത ലേഡീസ്. അതുകൊണ്ടായിരിക്കണം അത്ര ശ്രദ്ധ ചിത്രത്തിന് കിട്ടാതിരുന്നതും. പ്രതിഭ രത്ന, നിതാഷി ഗോയൽ, സ്പർശ് ശ്രീവാസ്തവ എന്നീ പുതുമുഖങ്ങളാണ് പ്രധാന വേഷങ്ങൾ ചെയ്യുന്നത്. എന്നാൽ ചിത്രം റിലീസായ കേന്ദ്രങ്ങളിൽ നിന്നും മികച്ച അഭിപ്രായം നേടുകയുമുണ്ടായി. അതുകൊണ്ട് തന്നെയാകണം വെറും 5 കോടി രൂപ മുതൽ മുടക്കിലൊരുക്കിയ ചിത്രം 23 കോടിയിലധികം നേടിയതും. അമീർ ഖാനും ജ്യോതി ദേശ്പാണ്ഡെയും ചേർന്നാണ് നിർമ്മിച്ചിരിക്കുന്നത്. വിപ്ലബ് ഗോസ്വാമിയാണ് തിരക്കഥ. നിലനിന്നു പോകുന്ന ആചാരങ്ങൾ ഒരു ഘട്ടത്തിൽ എങ്ങനെ തിരിച്ചടിയാകും, മൂടി വയ്ക്കപ്പെടുന്ന സ്ത്രീയുടെ വ്യക്തിത്വം, കാര്യങ്ങളോടുള്ള സമൂഹത്തിന്റെ കാഴ്ചപ്പാട് മുതലായ കാര്യങ്ങൾ വ്യക്തമായി ചിത്രത്തിൽ പറയുന്നുണ്ട്. ഇതുമാത്രമല്ല, ഇതിനപ്പുറം ഒരുപാട് കാര്യങ്ങളിലേക്ക് ചിത്രം വിരൽ ചൂണ്ടുന്നുണ്ട്. തീർച്ചയായും ഓരോ ഇന്ത്യക്കാരനും കണ്ടിരിക്കേണ്ട ഒരു ചിത്രം തന്നെയാണിത്. ഒന്നുകിൽ നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ അയൽപക്കങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ചിത്രം കാണിച്ചു പോകുന്നതും.